കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലേറെയായി ബി.ജെ.പിയുടെ ഉരുക്കുകോട്ടയായി അറിയപ്പെടുന്ന ഗുജറാത്തിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ബി.ജെ.പി ക്യാമ്പുകളെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഭരണത്തിലിരിക്കുന്ന ബി.ജെ.പിയിൽ നിന്ന് നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ രാജിവെച്ച കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം ഗുജറാത്തിലെ ഡാംഗ് ജില്ലയിൽ നിന്ന് മുൻ എം.എൽ.എമാർ ഉൾപ്പെടെ 100-ലധികം ബി.ജെ.പി നേതാക്കളാണ് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. വർഷങ്ങളായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയിലേക്ക്, അതും ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രത്തിൽ നിന്ന് ഇത്രയധികം ആളുകൾ ഒഴുകിയെത്തുന്നത് ഗുജറാത്തിലെ രാഷ്ട്രീയ കാറ്റ് മാറി വീശുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഈ മാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് ഗുജറാത്തിലെ സാധാരണക്കാരുടെ ജീവിത സാഹചര്യങ്ങളാണ്. 2014 ഗുജറാത്ത് മോഡൽ വികസനം എന്ന് കൊട്ടിഘോഷിച്ചാണ് നരേന്ദ്രമോദി അധികാരം പിടിച്ചത്. എന്നാൽ ഇന്നും കൊടും പട്ടിണിയിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഗുജറാത്തിൽ ഉണ്ടെന്നതാണ് നഗ്നമായ സത്യം. IT സെല്ലുകൾ വഴി വിദേശ രാജ്യങ്ങളിലെ ഫ്ലൈ ഓവറുകളുടെ ദൃശ്യങ്ങൾ പോലും ഗുജറാത്തിലെ വികസനമായി പ്രചരിപ്പിക്കുന്നത് ബി.ജെ.പിയുടെ രീതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗുജറാത്തിലെ താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെക്കാൻ ബി.ജെ.പിക്ക് സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. വികസനത്തിന്റെ തിളക്കത്തിന് പിന്നിൽ തകർന്നു വീഴുന്ന പാലങ്ങളും അഴിമതിയുടെ കഥകളുമാണ് ഇന്ന് ഗുജറാത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ ചേരികൾ മതിൽ കെട്ടിമറിച്ച അതേ ഗുജറാത്തിൽ നിന്നാണ് ഇന്ന് ജനരോഷം ഉയരുന്നത്. ഗുജറാത്തിലെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന ജി കമ്പനിയുടെ അല്ലെങ്കിൽ അധോലോക സ്വഭാവമുള്ള ഭരണശൈലിക്കെതിരെ ബി.ജെ.പിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സ്വേച്ഛാധിപത്യപരമായ നിലപാടുകൾ പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുകയാണ്. ചോദ്യം ചോദിക്കാനോ മറുപടി പറയാനോ അനുവാദമില്ലാത്ത അവസ്ഥയാണ് പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്നതെന്ന രഹസ്യ ചർച്ചകളും തകൃതിയായി നടക്കുന്നുണ്ട്. സംഘടനയ്ക്കുള്ളിൽ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നില്ല എന്ന പരാതിയും വ്യാപകമാണ്. അടുത്തിടെ നടന്ന ദേശീയ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പോലും വെറും പ്രഹസനമായിരുന്നു എന്ന വിമർശനം പ്രവർത്തകർക്കിടയിലുണ്ട്. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും നയിക്കുന്ന കോൺഗ്രസിലെ ജനാധിപത്യ പ്രക്രിയയെ വിമർശിക്കുന്ന ബി.ജെ.പി സ്വന്തം പാർട്ടിയിൽ നടപ്പിലാക്കുന്നത് അടിച്ചമർത്തൽ നയമാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. പാർട്ടിയുടെ ആന്തരിക ഘടനയിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തകന് ലഭിക്കേണ്ട പരിഗണന പോലും ഇന്ന് ലഭിക്കുന്നില്ല എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. നിതിൻ നവീനെ പോലെയുള്ള രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത നേതാക്കളെ യാതൊരു കൂടിയാലോചനയുമില്ലാതെ നേതൃനിരയിലേക്ക് സ്വീകരിച്ചിരുത്തിയതും അംഗീകരിക്കാൻ കഴിയാത്ത പ്രവർത്തകരും നേതാക്കളും മുന്നണിയിൽ തന്നെയുണ്ട്. എത്ര പേർ വോട്ട് ചെയ്തിട്ടാണ് ഇവർ അധ്യക്ഷന്മാരാകുന്നത് എന്ന ചോദ്യം ബി.ജെ.പിക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. കോൺഗ്രസിനെ കുടുംബാധിപത്യമെന്ന് പരിഹസിക്കുന്നവർ കേന്ദ്രമന്ത്രിസഭയിലും ഗുജറാത്ത് സർക്കാരിലും എത്രത്തോളം കുടുംബാധിപത്യം ഉണ്ടെന്നത് സൗകര്യപൂർവ്വം മറക്കുകയാണ്. ആന്ധ്രയിലും ബീഹാറിലും സഖ്യകക്ഷികളുടെ മക്കൾ ഭരണത്തിൽ കയറുമ്പോൾ ബി.ജെ.പി മിണ്ടുന്നില്ല എന്നത് പ്രവർത്തകർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന ഘടകം ബി.ജെ.പിക്കുള്ളിലെ RSS വിഭാഗത്തിന് ജി കമ്പനിയോടുള്ള അതൃപ്തിയാണ്. നരേന്ദ്രമോദിയുടെ ബദ്ധശത്രുവായ സഞ്ജയ് ജോഷിയെ ബി.ജെ.പി അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ RSS ശ്രമിച്ചെങ്കിലും ജി കമ്പനിയുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നു. സഞ്ജയ് ജോഷി ഗുജറാത്തിയാണ്. നരേന്ദ്രമോദിയുടെ രീതികളെ അടുത്തറിയാവുന്ന വ്യക്തിയുമാണ്. അദ്ദേഹത്തെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ തങ്ങളുടെ സ്വേച്ഛാധിപത്യം തകരുമെന്ന ഭയം ജി കമ്പനിക്കുണ്ട്. RSSനെ പോലും വിഴുങ്ങുന്ന തരത്തിലേക്ക് ഗുജറാത്തിലെ ഭരണം മാറിയിരിക്കുന്നു. ഇതോടെ പാർട്ടിയിൽ ഒരൽപ്പം നട്ടലുള്ള നേതാക്കൾക്ക് പോലും നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയായി. ED, CBI തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് നേതാക്കളെ ഭീഷണിപ്പെടുത്തി നിർത്താമെന്ന ബി.ജെ.പിയുടെ തന്ത്രം ഇപ്പോൾ ഗുജറാത്തിൽ പരാജയപ്പെടുകയാണ്. ആ ഭീഷണികൾക്കും അപ്പുറം ജനങ്ങൾക്കിടയിലെ അമർഷവും ഫ്രസ്ട്രേഷനും വർദ്ധിച്ചു കഴിഞ്ഞു. ഇതിനെല്ലാം പുറമെ ഗുജറാത്തിലൂടെ കടന്നുപോകുന്ന കോൺഗ്രസിന്റെ ജൻ ആക്രോശ് യാത്രയ്ക്ക് ലഭിക്കുന്ന വമ്പിച്ച ജനപിന്തുണയും ബി.ജെ.പി പ്രവർത്തകരെ ചിന്തിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഭാരത് ജോഡോ യാത്ര കടന്നു പോയപ്പോഴും വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഗുജറാത്തിലുണ്ടായിരുന്നു. എന്നാൽ അന്ന് EVM അട്ടിമറികളിലൂടെയും സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിപ്പിച്ചും ബി.ജെ.പി വിജയം തട്ടിയെടുക്കുകയായിരുന്നുവെന്ന് ആക്ഷേപമുണ്ട്. അമിത്ഷായ്ക്കെതിരെ പോലും ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി എന്ന ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഭയത്തെ അതിജീവിച്ച് ജനങ്ങൾ തെരുവിലിറങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. ഗുജറാത്തിലെ ഏറ്റവും പിന്നോക്ക ജില്ലകളിലൊന്നായ ഡാംഗിൽ നിന്ന് തുടങ്ങിയ ഈ പൊട്ടിത്തെറി സംസ്ഥാനമാകെ വ്യാപിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. 25 വർഷത്തെ ഭരണവിരുദ്ധ വികാരം മാത്രമല്ല, അധോലോക പ്രവർത്തനങ്ങളെ പോലെ ഭരണം നടത്തുന്ന നേതാക്കളോടുള്ള വെറുപ്പും ഇതിനു പിന്നിലുണ്ട്. കോൺഗ്രസ് ഒരു ബദലായി തിരിച്ചുവരുമെന്ന പ്രതീക്ഷ പ്രവർത്തകർക്കിടയിൽ സജീവമാവുകയാണ്. ഭരണത്തിലിരിക്കുന്ന ബി.ജെ.പിയേക്കാൾ സുരക്ഷിതത്വം പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിലാണെന്ന് ബി.ജെ.പി നേതാക്കൾ തന്നെ കരുതുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഗുജറാത്ത് വലിയൊരു കൊടുങ്കാറ്റിനെ കാത്തിരിക്കുന്നു എന്നാണ്. ജി കമ്പനിയുടെ അഴിഞ്ഞാട്ടത്തിന് അന്ത്യം കുറിക്കാൻ ഗുജറാത്തിലെ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നതിന്റെ സാക്ഷ്യപത്രമാണ് ഇപ്പോൾ ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്കുള്ള ഈ ഒഴുക്ക്. മതേതര നിരീക്ഷകർ പോലും അമ്പരപ്പോടെയാണ് ഈ മാറ്റങ്ങളെ നോക്കിക്കാണുന്നത്. ഫ്രസ്ട്രേറ്റഡ് ആയ RSS പ്രവർത്തകർ കോൺഗ്രസിലേക്ക് എത്തുന്നത് ആ പാർട്ടിയുടെ ഭാവിയിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.